കർത്താവിന് മഹത്വം. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ അവിടെ നമുക്ക് ദാനമായി നൽകി ദൈവത്തിൻ്റെ ദയ, വിശ്വസ്തത, കരുണ, കരുതൽ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് അവിടുത്തെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്താൻ കഴിവുള്ള ദൈവത്തിന് നന്ദി പറയാം. പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും ദൈവത്തിൻ്റെ ദയ നമ്മെ വിട്ട് മാറുകയില്ല. അവിടുത്തെ സമാധാനത്തിൻ്റെ നിയമം മാറിപ്പോകുകയില്ല, നീങ്ങിപ്പോകുകയില്ല. എപ്പോഴും ഓർക്കുക, ദൈവം നമ്മോട് ചെയ്യുന്ന ഒരു സമാധാനത്തിൻ്റെ നിയമമുണ്ട്. സമാധാനം നഷ്ടപ്പെട്ട ഈ കാലയളവിൽ സന്തോഷം അറ്റുപോയിക്കൊണ്ടിരിക്കുമ്പോൾ കൈവിടാത്ത ദൈവത്തിൻ്റെ കരുതൽ എപ്പോഴും ഓർത്ത ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ അവിടുന്ന് നമ്മെ എല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്ന, പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളത് അറിയിക്കുന്ന സർവശക്തിയുള്ള ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ആഴിയിലും ആഴത്തിലും ഇറങ്ങി വരുന്ന ദൈവമഹത്വത്തിനായി സ്തോത്രം ചെയ്യാം. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയെന്നു പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് അവിടുന്ന് നമ്മളെ വീണ്ടും ജീവിപ്പിക്കുന്ന ദൈവമായിരിക്കാൻ നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാ മുട്ടും മടങ്ങുന്നെല്ലാം നാമം പുകഴുന്ന യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠ നാമത്തിനായി സ്തോത്രം ചെയ്യാം. ആരിലും നമ്മുടെ മനോഭാരങ്ങളെ അറിയുന്ന ദൈവം, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവേൻ എന്ന് പറയുന്ന ദൈവശബ്ദം ഇന്ന് പകലും മുഴങ്ങുകയാണ്. തളർന്നിരിക്കുന്നവരെ താങ്ങുവാൻ ഇന്ന് പകലും ശിഷ്യന്മാരുടെ നാവുകൾ നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. തളർന്നവരെ വീണ്ടും തളർത്തുവാനല്ല, ദൈവം കൂടെയുണ്ടെന്നും വിടുവിക്കുമെന്നും സഹായിക്കുമെന്നും സൗഖ്യമാക്കുമെന്നും ആഴങ്ങളിൽ നിന്ന് തിരികെ കയറ്റുമെന്നും കൈവിടത്തില്ലെന്നും വിളിച്ചു പറയത്തക്ക രീതിയിൽ ദൈവാത്മാവിൻ്റെ വലിയ ഇടപെടൽ നമ്മുടെ അകത്ത് ഇന്ന് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആശയറ്റവരോട് അവിടുത്തെ വചനത്തിന് വിളിച്ചു പറയാനുള്ളത്, ആശയ്ക്ക് വിരോധമായി നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കാൻ തയ്യാറാകണം. മരിച്ചവരെ ജീവിപ്പിക്കുന്നില്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിൽ അബ്രഹാം ട്രസ്റ്റ് ചെയ്യാൻ തയ്യാറായപ്പോൾ, അസാധ്യമെന്ന് ലോകം പറഞ്ഞപ്പോൾ 100-ാം വയസ്സിൽ തൻ്റെ വ്യക്തിത്വം കരങ്ങളിലെടുക്കാനിടയായെങ്കിൽ വാക്ക് പറഞ്ഞവൻ്റെ ശബ്ദം ഇന്നും മുഴങ്ങുന്നു. അവിടുത്തെ ശബ്ദത്തിന് ഇന്നും തെറ്റുപറ്റിയിട്ടില്ല എന്ന് എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിയും? എൻ്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിഞ്ഞിറങ്ങുന്നതെന്ന് ദൈവത്തിൽ പ്രത്യാശ വെക്കുക. ഏതു സമയത്തും പ്രത്യാശ വെക്കുവാൻ, ചാരുവാൻ, അഭയം പ്രാപിക്കുവാൻ ഉള്ള ഒരു ശക്തമായ പാറ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യഹോവയാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ ഹോവിലെന്തേക്കും ആശ്രയിപ്പീനെന്ന് യെശയ്യാപ്രവചനത്തിൽ വായിക്കുന്നുവെങ്കിൽ, ന്യൂ ടെസ്റ്റ്മെൻ്റ് വരുമ്പോൾ ആ പാറ ക്രിസ്തുവായിരുന്നു. യുഗം കണ്ട പാറ ക്രിസ്തു. പിളർക്കപ്പെട്ട ആ പാറയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ പാപത്തിന് വേണ്ടി, നമ്മുടെ ശാപത്തിന് വേണ്ടി, നമ്മുടെ മരണം മാറാൻ ആ പാറ പിളർക്കപ്പെട്ടു, തകർക്കപ്പെട്ടു. ഇന്ന് പകലും ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുക്കലേക്ക് അടുത്തിയെന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ അവകാശം അവിടെ തന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യും. 3-ാം സങ്കീർത്തനം 5-ാമത് വാക്യം.
ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. നാലാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞു, ഉറങ്ങി എന്നല്ല പറയുന്നു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. ഉറക്കം ദൈവം നൽകുന്നൊരു ദാനമാണ്. എല്ലാവർക്കും ഉറങ്ങാൻ പറ്റും. നല്ല ബെഡുള്ളത് കൊണ്ടും ഭയങ്കര ഇഷ്ടം പോലെ ബാലൻസ് ഉള്ളത് കൊണ്ടും എല്ലാ ഫെസിലിറ്റീസും ഉള്ളത് കൊണ്ടും നല്ല കാറുകളും വീടുകളും ഉണ്ടെങ്കിലും ഉറക്കം ദൈവം തരുന്ന ദാനമാണ്. ഒരു ഭക്തനെ സംബന്ധിച്ച് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുള്ളൂ, സുഖത്തോടെ. അതായത് 4-ാം സങ്കീർത്തനം, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. അതുകൊണ്ടാണ് പത്രോസ് തൻ്റെ മുമ്പിൽ ഹേരോദ്യ ശക്തികൾ വാള് മൂർച്ച കൂട്ടി വെച്ചിരിക്കുകയാണ്, യാക്കോബിനെ കൊന്നതുപോലെ കൊല്ലാൻ. ആ കാരാഗ്രഹത്തിൽ സുഖമായി ഡീപ്പായ നിദ്ര, ഉറക്കം. എങ്ങനെയാ പത്രോസിന് കിട്ടിയത്? പത്രോസിന് അറിയാം, തൻ്റെ പ്രാണന് ഹാനി വരണമെങ്കിൽ ദൈവം അനുവദിക്കണം, ദൈവം പറയാതെ ഒന്നും സംഭവിക്കില്ല എന്ന് സാഹചര്യങ്ങൾക്ക് വിരുദ്ധമായി താൻ ചിന്തിച്ചു. നമ്മൾ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഉറക്കം വരുമോ? സിംഹത്തിൻ്റെ കുഴിയിൽ ദാനിയേൽ ഉറങ്ങി സുഖമായിട്ട് കിടന്നു. കാരണം ദാനിയേലിനറിയാം ദാനിയേലിൻ്റെ ദൈവം ആരാന്ന്. വിശ്വസ്തനായി നിന്ന, വിശുദ്ധിക്ക് വേണ്ടി നിന്ന, വേർപാടിന് വേണ്ടി നിന്ന, ഭക്ഷണകാര്യത്തിൽ പോലും തങ്ങളെ തന്നെ അശുദ്ധമാക്കത്തില്ലെന്ന് പ്രഖ്യാപിച്ച ദാനിയേലിന് വേണ്ടി ദൈവം എഴുന്നേറ്റ് വന്നില്ലെങ്കിൽ പിന്നെ ആർക്കു വേണ്ടി എഴുന്നേറ്റ് വരുന്നത്? ഇവിടെ ഉറങ്ങുക എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച സഹോദരങ്ങളെ, ദാവീദ് തൻ്റെ മകനായ അബ്ശാലോമിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ സങ്കീർത്തനമാണ്. രക്തബന്ധം തനിക്കെതിരെ നിൽക്കുകയാണ്, അപായപ്പെടുത്തുവാൻ നിൽക്കുകയാണ്, തകർക്കുവാൻ നിൽക്കുകയാണ്. അതുമാത്രമല്ല, വൈരികൾ പെരുകിയിരിക്കുന്നു, എതിർക്കുന്നവർ അനേകരാകുന്നു. ദൈവത്തിങ്കൽ രക്ഷയില്ലെന്ന് ദാവീദിനെ കുറിച്ച് പലരും പറയുന്നു. ഇവിടെയാണ് ഞാൻ കിടന്നുറങ്ങി, നീ എന്നെ താങ്ങുകയാൽ. നോക്കണേ, കിടന്നുറങ്ങിയപ്പോഴും ദോഷം ചെയ്യാൻ നോക്കിയ ശക്തികൾ അനേകായിരം, ദൈവത്തിങ്കൽ പോലും നീക്ക് രക്ഷയില്ലെന്ന് പറഞ്ഞ് ദാവീദിനെ പരിഹസിച്ചും പ്രാഗിയും ശപിച്ചും നിൽക്കുന്ന ഒരു സമൂഹം അപ്പോൾ തന്നെ തകർത്ത് കളയാൻ, സിംഹാസനത്തിലേക്ക് തിരിച്ചു വരുത്താതിരിക്കാൻ എല്ലാ പദ്ധതികളും ഒരുക്കുമ്പോഴും സുഖമായി ഉറങ്ങി എന്ന് പറയുമ്പോൾ ദാവീദ് ഒരു കാര്യം കൂടെ പറയുകയാണ്, യഹോവ എന്നെ താങ്ങിയത് കൊണ്ടാണ് ഞാൻ ഉണർന്നത്. പ്രൈസ് ദി ലോർഡ്. ഉണർത്തത്തില്ലെന്ന് പറഞ്ഞ് രാത്രിയിൽ നിന്നെ ഒടുക്കിക്കളയുവാൻ, ഇല്ലാതാക്കുവാൻ ഇരുളിൻ്റെ വ്യാപാരങ്ങൾ, പതിയിരിപ്പുകൾ അനേക സമയങ്ങൾ ശ്രമിച്ചപ്പോഴും നീ അറിയാതെ നിന്നെ സൂക്ഷിച്ച, നിന്നെ പരിപാലിച്ച, പതിയിരിപ്പിൻ്റെ ശക്തികൾ നിന്ന് വിടുവിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തിട്ട് പറ, കർത്താവ് എന്നെ താങ്ങിയത് കൊണ്ടാണ് ഞാൻ ഉണർന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിപാലനം. അതാ ദാവീദ് എടുത്തു പറയും, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിച, ഞാൻ ഉറങ്ങുമ്പോഴും എനിക്ക് ചുറ്റും പരിച, പലക, അതിമഹത്തായ പ്രതിഫലം. ആ ഒരു ദൈവമുള്ളത് കൊണ്ട് ദാവീദ് പറയുന്നു, ഞാൻ ഉണർന്നത് ദൈവം എന്നെ താങ്ങിയത് കൊണ്ടാണ്. മെഡിസിൻ്റെ ബലം കൊണ്ടല്ല, ബാങ്കിൽ ഇഷ്ടം പോലെ മണി കിടന്നത് കൊണ്ടല്ല, വലിയ വീടിനകത്ത് കയറിക്കിടന്നത് കൊണ്ടല്ല, മറിച്ച് സമാധാനത്തിൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നു. പ്രശ്നങ്ങൾ രൂക്ഷമായിരുന്നു. പത്രോസിനും ദാവീദിനും ദാനിയേലിനും
എതിരെ പ്രശ്നങ്ങളുടെ കൂമ്പാരങ്ങളുണ്ടായിരുന്നു. പക്ഷേ താങ്ങിയൊരു ദൈവം കൂടെയുള്ളത് കൊണ്ട് താൻ എഴുന്നേറ്റു ഉണർന്നിരിക്കുന്നു. ഇന്ന് പകലും പ്രിയരെ തിരുവെഴുത്ത് പറയുന്നു, കീഴേ ശാശ്വത ഭുജങ്ങളിൽ നമ്മളെ താങ്ങിയ ദൈവം, നിലം പരിചാകാതെ താങ്ങിയ ദൈവം, പ്രാണന് ഹാനി വരാതെ ഉണർത്തിയ ദൈവത്തിന് നന്ദി പറയാമോ? ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഞാൻ വിളിച്ചു പറ. ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും, പ്രതികൂലങ്ങൾ, ഷോർട്ടേജ് ഉണ്ടെങ്കിലും എൻ്റെ അകത്തൊരു പ്രത്യാശയുണ്ട്. എൻ്റെ ദൈവം അറിയാതൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. സമാധാനം. എൻ്റെ ഉറക്കത്തെ അത് ബാധിക്കത്തില്ല. പ്രിയരെ, പലരുടെ ഉറക്കത്തെ ബാധിച്ച് നാളെ എന്തായിത്തീരും, എങ്ങനെ അതിനെ ഫേസ് ചെയ്യും, എങ്ങനെ മറുപടി പറയും, ഈ വിഷയം ഇന്ന് നടന്നില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം തകരാറിലാകുമല്ലോ, നാളുകളായി അത് നടക്കുന്നില്ലല്ലോ, നാളുകളായി സൗഖ്യം വരുന്നില്ലല്ലോ, വിടുതൽ വരുമെന്ന് ഓർത്ത് നിരാശപ്പെടേണ്ട. ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നു, നിങ്ങളുടെ തലയിലെ ഒരു മുടി പോലും നിലത്ത് വീണാൽ അറിയുന്ന ദൈവം നിങ്ങളുടെ ദൈവമാണെങ്കിൽ എന്തിനാ നിരാശപ്പെടുന്നത്? ധൈര്യത്തോടെ പറ, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. യഹോവ എന്നെ താങ്ങും, ഞാൻ ഉണരും. യേശുവിൻ്റെ നാമത്തിൽ. രക്ഷയില്ലെന്ന് ലോകം പറയുമ്പോൾ വിളിച്ചു പറ. അത് കേട്ട് നിരാശപ്പെടണം. ദൈവത്തിങ്കൽ പോലും രക്ഷയില്ലെന്ന് പറയുമ്പോൾ, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കുമെന്നും നീതിമാൻ്റെ രക്ഷ യഹോവയെങ്കിൽ നിന്ന് വരുന്നെന്നും വിളിച്ചു പറയാൻ നിങ്ങൾ തയ്യാറാവട്ടെ. സർവ്വശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പകലങ്ങയുടെ മഹത്വത്തിൻ്റെ വെളിപ്പാടുകൾ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ അനേക ശക്തികൾ ഞങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ അതിൻ്റെ എല്ലാം നടുവിൽ ഞങ്ങളെ ഉണർത്തുന്ന, ഞങ്ങളെ താങ്ങുന്ന, ഇതിൻ്റെ നടുവിൽ പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ നാളെ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുമ്പോഴും സുഖമായി ഉറങ്ങുന്ന ഒരു ഭക്തരാക്കി ഞങ്ങളെ തീർക്കണമേ. ടെൻഷനായി ഉറക്കത്തെ ബാധിക്കുന്ന ഒന്നും ഞങ്ങളുടെ ജീവിതത്തെ അലട്ടാതെ ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങുമെന്ന് വിളിച്ചു പറയാൻ ഞങ്ങളെല്ലാം ഇടയാക്കണം. ഇന്ന് പകരം ഞങ്ങളുടെ വിടുതൽ സംഭവിക്കുന്നതിനാൽ, സൗഖ്യം വ്യാപരിക്കുന്നതിനാൽ, ബലം വ്യാപരിക്കുന്നതിനാൽ, ദൈവശക്തി വ്യാപരിക്കുന്നതിനാൽ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. എല്ലാ വിടുതലുകൾക്കായും സ്തോത്രം. നാളുകളായി ഉള്ള ചില വിഷയത്തെ ഓർത്ത് ഇനിയും എനിക്കൊരു ജോലി കിട്ടുമോ, ഇനി എനിക്ക് അവിടേക്ക് മടങ്ങിപ്പോകാൻ പറ്റുമോ, അസാധ്യതകൾ ഇനി അടഞ്ഞില്ലേ, ഞാൻ ഒറ്റപ്പെട്ടു പോയില്ല. ദൈവം പറയുന്നു, നിന്നെ താങ്ങുന്ന ഒരുവനുണ്ട്. നിൻ്റെ അറ്റുപോയ കുടുംബജീവിതത്തെ പണിയുന്ന ഒരുവനുണ്ട്. മടങ്ങി വരത്തില്ലെന്ന് നീ ചിന്തിക്കുന്ന വിഷയത്തെ മടക്കി കൊണ്ടുവരുന്ന ഒരുവനുണ്ട്. വിശ്വസിക്കുക. താങ്ങുന്ന അക്കാരം ഇന്ന് പകൽ നീട്ടിയിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തി അവിടുത്തെ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ. പ്രിയ സഹോദരങ്ങളെ വിളിച്ചു പറ, ഞാൻ കിടന്നുറങ്ങി, യഹോവ താങ്ങിയതുകൊണ്ട് ഞാൻ എഴുന്നേറ്റു. ദൈവത്തിന് മഹത്വം കരയേറ്റു. ഈ വചനങ്ങളാൽ അവിടുന്ന് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ.